ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്കും അത് ദഹിക്കില്ല. ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു റേറ്റ് ദിസ് മൂവി. ഹലോ ഗൈസ്, അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ കണ്ടതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത് വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല, OTT വരാനായിട്ട് കാത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയത്. OTT വന്ന ഉടനെ തന്നെ ഞാൻ സിനിമ കണ്ടില്ല, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കണ്ടത്. കാരണം എനിക്കൊന്ന് മെൻ്റലി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. സിനിമയെക്കുറിച്ച് എല്ലാവരും റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇതെല്ലാവർക്കും ഒരുപോലെയുള്ള എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ അല്ല എന്നുള്ളതാണ്. അതിനെതിരെ ലിജോ ജോസ് പെല്ലിശ്ശേരിയും വന്ന് സംസാരിച്ചിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് എല്ലാവർക്കും ഉള്ളൊരു കപ്പ് ഓഫ് ടീ ആണോ എന്നുള്ളതിനേക്കാളുപരി ആ ടീ നിങ്ങൾ എങ്ങനെ കുടിക്കുന്നു എന്നുള്ളത് മാറ്ററാവും എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ എപ്പോൾ എവിടെ വെച്ച് ഏത് മാനസികാവസ്ഥയിൽ ഈ സിനിമ കാണുന്നു എന്നുള്ളത് ഈ സിനിമ നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഫ്രൈഡേ ഈവനിങ് ടൈമിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സിനിമ ഇങ്ങനെ കിടന്ന് കണ്ടുകൊണ്ട് അങ്ങനെ പോകാനാണെങ്കിൽ ഈ സിനിമ സെറ്റാണ്. അതായത് നമ്മളുടെ ഒരു മൂഡ് ശരിക്കും പറഞ്ഞാൽ മാറ്ററാണ്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ ഈ സിനിമ കാണുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് നൈസ്. നേരെ മറിച്ച് നിങ്ങൾ ഭയങ്കര മാസൊക്കെ ആഗ്രഹിച്ച് ലാലേട്ടാ എന്ന് പറഞ്ഞ് ചാടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംപ്ലി പറയാലോ, നിങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആവും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്കും പറ്റിപ്പോയത് അതുതന്നെയാണ്. കാരണം ആ ഒരു എക്സ്പെക്റ്റേഷനാണ് ഇവിടുത്തെ ഒരു വില്ലൻ. പിന്നെ ഇതെല്ലാവർക്കും ഉള്ളതാണോ? എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത് ഭൂരിഭാഗം വരുന്ന സിനിമ പ്രേമികൾക്കും അല്ലെങ്കിൽ സിനിമ കാണുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോൾ എവിടെ വെച്ച് ഏത് മാനസികാവസ്ഥയിൽ, പ്രത്യേകിച്ച് ഏത് മാനസികാവസ്ഥയിൽ നിങ്ങളിത് കാണുന്നു എന്നുള്ളത് മാറ്ററാണ്. കാരണം ഈ സിനിമയിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഐറ്റംസ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേക ജോണറിൽ പെടുത്താൻ പറ്റില്ല എന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ അഗ്രി ടു ദാറ്റ്. കാരണം ഈ സിനിമയിൽ ഒരുപാട് ഡിഫറെൻ്റ് ഐറ്റംസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ജോണറിൽ പെട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം പുള്ളി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നല്ല വർക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് എൻജോയ് ചെയ്യണം എന്നുള്ളതൊരു മാറ്ററാണ്. അതുപോലെ തന്നെ സിനിമ കാണുമ്പോൾ ഒരു കോമിക് ബുക്ക് വായിക്കുന്ന ഒരു ഫീലാണ് കൊണ്ടുവരുന്നതെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടു. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു ടീസർ ഉണ്ടല്ലോ, അതിലൊരു കോമിക് ബുക്ക് ഇഫക്റ്റ് അവർ കൊണ്ടുവന്നെങ്കിലും സിനിമ കണ്ടപ്പോൾ എനിക്കത് തോന്നിയില്ല. എനിക്ക് തോന്നിയത് ഒരു നാടകം കണ്ട ഇഫക്റ്റാണ്. ഇപ്പം ഞാനും ചേട്ടനും ഹെലനയും കൂടി ഹെലനയുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പായിട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ ചേട്ടനോട് ചോദിച്ചു, വാട്ട് ഇഫ് പുള്ളിക്കാരൻ ഒരു നാടകമാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നതെങ്കിലോ, അതായത് സിനിമാറ്റിക് എലമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു നാടകമാണ് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിലോ എന്ന്. അപ്പോൾ ചേട്ടന് അത്ര അങ്ങ് സെറ്റായില്ല. അതെന്താ അങ്ങനെ ഒരു സംഭവം എന്നുള്ളത്. OTT സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി പുള്ളി ഒരു നാടകം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. നാടകം മാത്രമല്ല, ഇതിൽ നിങ്ങൾ പറഞ്ഞ കോമിക് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ സിനിമാറ്റിക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സിനിമയുടെ സംഭവവും ഇഫക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരു പെയിൻറ്റിങ്, ഒരു ആർട്ട് വർക്ക്, അതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് ആർട്ട് ഫോംസിനെ എല്ലാം പുള്ളി ഇവിടെ കൊണ്ടുവന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻലി നാടകമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ അതിൻ്റെ ലോങ് ഷോട്ട്സ്, ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള ലോങ് ഷോട്ട്സ് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു നാടകം സെറ്റ് ഇട്ടിട്ട് നടക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ഏതായാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നാടകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററിയും അദ്ദേഹത്തിനുള്ളൊരു താല്പര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ പോയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പറഞ്ഞു അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതെനിക്ക് മിസ് ചെയ്തു, അതിൻ്റെ ആ വിഷ്വൽസും സൗണ്ടും. പക്ഷേ OTT വലിയ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും എനിക്ക് ഇവിടെയും എൻജോയ് ചെയ്യാൻ പറ്റി. സോ എൻ്റെ ഒപ്പീനിയനിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയുടെ വിഷ്വൽസ് ആൻഡ് സൗണ്ട് സൂപ്പർ വർക്കാണ്. മ്യൂസിക് പക്ഷേ എനിക്ക് അത്ര അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. ഇറ്റ് വാസ് ഓക്കെ. ആ സിനിമയായിട്ട് അതങ്ങ് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് അതെനിക്കെടുത്ത് പറയണമെന്നുണ്ട്. ബിക്കോസ് ലാലേട്ടൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കണ്ടിട്ടുള്ള സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ലാലേട്ടൻ എനിക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റി പലയിടത്തും. പ്രത്യേകിച്ച് ഈ അടുത്ത് ലാലേട്ടൻ്റെ സിനിമകളിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ്, ബാക്കിയുള്ള എല്ലാവരും അവർക്ക് കിട്ടിയ ഒരു കുഞ്ഞ് സ്പേസിലാണെങ്കിൽ പോലും അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കുറേ പുതിയ കഥാപാത്രങ്ങൾ അവരും നന്നായിട്ട് തന്നെ അവരുടെ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്ഷൻ രംഗങ്ങളിലേക്ക് വരുമ്പോഴും കുറച്ച് കത്തി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനും ഒരു രസം ഉണ്ടായിരുന്നു, ഒരു പഞ്ചുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടനെ കൊണ്ട് അതിലെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം അതും
എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫാക്ടർ തന്നെയാണ്. ഈ ട്രെയിലറിലും ടീസറിലും ഒക്കെ നിങ്ങൾ കണ്ടതല്ല, സിനിമയിൽ വേറെ കുറേ സംഭവങ്ങളുണ്ട് എന്നൊക്കെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. ഓഫ് കോഴ്സ് ട്രെയിലറിലും ടീസറിലും കണ്ടോ ഒന്നും അല്ല, സിനിമയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് പിന്നെ ബാക്കിയുള്ളത്. അത് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഈ സിനിമയുടെ ട്രെയിലറും ടീസറുമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷനാണ്. ഈ സിനിമയിലെ ഏറ്റവും പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ലാലേട്ടൻ്റെ മാസ് ആക്ഷൻ രംഗങ്ങളൊക്കെ. അതൊക്കെ ഈ ട്രെയിലറിലും ടീസറിലും കാണിച്ചതിനും അപ്പുറത്തേക്ക് അധികം ഒന്നും ആ സിനിമയിൽ ഇല്ല. അതുമാത്രമല്ല, ഈ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടിട്ട് ഭയങ്കര അടിപൊളി പടം, ഒരു ആക്ഷനൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് കിട്ടുന്നത് ടോട്ടൽ ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഒടിയനൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു പക്ക ബ്ലണ്ടറായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്ത ആ ഒരു പ്രൊമോഷൻ. ഈവൻ സിനിമ ഇറങ്ങുന്നതിന് തലേ ദിവസം കൂടി അവർ ടീസർ ഇറക്കി. അതും എനിക്ക് പറയാൻ വാക്കുകളില്ല, വളരെ മണ്ടത്തരമായിപ്പോയി. പിന്നെ തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞ കാര്യം അതെനിക്ക് മോശമൊന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെ ഇൻട്രോ വരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്റർ കുലുങ്ങാൻ ചാൻസ് ഉണ്ട്. എനിവേയ്സ്, എനിക്ക് എക്സ്പീരിയൻസ് വൈസ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സൗണ്ട്, വിഷ്വൽ കാര്യങ്ങൾ, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസിനെയൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നാടകത്തിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതും രസമായിരുന്നു. പക്ഷേ അടിപൊളിയാണോ സൂപ്പറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർക്കും അത് ദഹിക്കില്ല, എസ്പെഷ്യലി വിത്ത് ദിസ് കൈൻഡ് ഓഫ് പ്രൊമോഷൻ. ഇനി ആ പ്രൊമോഷൻ സംഭവങ്ങളും അതിൻ്റെ നെഗറ്റീവൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സിനിമ എന്ന നിലയിൽ എനിക്കിതൊരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നുള്ള നിലയിൽ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അത് നല്ല രീതിയിൽ ലിജോ പെല്ലിശ്ശേരി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ കോട്ട ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതിൽ ലാലേട്ടൻ ഇങ്ങനെ മ്യൂസിക്കിൻ്റെ ഇടയിൽ കൂടെ ചെന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സംഭവം നമ്മുടെ ടിപ്പിക്കൽ ആക്ഷൻ മാസിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത, മലയാളത്തിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത സംഭവങ്ങൾ ഈ സിനിമയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും അത് എക്സ്പീരിയൻസ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ വലിയ താല്പര്യം എനിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോ അവരുടെ ആ ഒരു വർക്കിന് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റിന് നമുക്കൊരു ഫുൾ മാർക്ക് കൊടുക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയണമെന്നുണ്ട്, കാണണമെന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ വേണോ എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിൽ ആസ്പെക്റ്റിൽ അവരുടെ ആ ഒരു ക്യാമറ വർക്ക്, അവരുടെ വിഷ്വൽ ക്രിയേഷൻ, ആ വേൾഡ് ക്രിയേഷൻ, അതൊക്കെ ടോപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ കാര്യങ്ങളിൽ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ സിനിമ പുറകോട്ടേക്ക് പോയി എന്നെനിക്ക് ഫീൽ ചെയ്തു. ഐ വുഡ് ലൈക്ക് ടു റേറ്റ് ദിസ് മൂവി ആൻഡ് മൈ റേറ്റിംഗ് ഈസ് 5 out of 5. സോ മലൈക്കോട്ടെ വാലിബനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.